ചൈനയിൽ ആശങ്ക പടർത്തി പുതിയ പകർച്ചവ്യാധി വ്യാപിക്കുന്നുവെന്ന് റിപ്പോർട്ട്. ആശുപത്രികൾ നിറയുന്നുവെന്നും ചൈന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് പോലും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ചൈനയോ ലോകാരോഗ്യ സംഘടനയോ സ്ഥിരീകരിച്ചിട്ടില്ല. കോവിഡ് മഹാമാരി സ്ഥിരീകരിച്ച് 5 വർഷം പൂർത്തീകരിക്കുന്നതിനിടെയാണ് പുതിയ വൈറസ് വ്യാപനം. ഇൻഫ്ലുവൻസ എ, ഹ്യൂമൻ മെറ്റാപ്ന്യൂവോ വൈറസ്, കോവിഡ്-19 വൈറസുകൾ എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം വൈറസ് ബാധയും ചൈനയിൽ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ ഒരു ആശുപത്രിയിൽ രോഗികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഭൂരിഭാഗം പേരും മാസ്കും ധരിച്ചിട്ടുണ്ട്. ചിലർ ചുമയ്ക്കുന്നുമുണ്ട്. ചൈനയിലേതാണെന്ന് അടിക്കുറിപ്പോടെയാണ് വീഡിയോ എക്സിൽ പ്രചരിച്ചിരിക്കുന്നത്. എന്നാൽ സ്ഥലമോ തീയതിയോ വ്യക്തമല്ല. അതേസമയം ഉറവിടമറിയാത്ത ന്യൂമോണിയ കേസുകൾക്കായി നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയെന്ന് ചൈനയുടെ രോഗനിയന്ത്രണ അതോറിറ്റി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശൈത്യകാലത്ത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉയരാനിടയുണ്ട്. ശ്വസന സംബന്ധമായ രോഗങ്ങൾ ഡിസംബർ 16 മുതൽ 22 വരെയുള്ള വാരത്തിൽ ഉയർന്നതായി ചൈന സ്ഥിരീകരിക്കുന്നുമുണ്ട്. എന്നാൽ അത് HMPV ആണെന്ന് ചൈന സ്ഥിരീകരിച്ചിട്ടുമില്ല. ശ്വാസകോശത്തെ ബാധിക്കുന്ന അണുബാധയാണ് HMPV. എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെയും വൈറസ് ബാധിക്കുമെങ്കിലും ചെറിയ കുട്ടികൾ, പ്രായമായവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരെയാണ് ഈ വൈറസ് കൂടുതലായി ബാധിക്കുന്നതെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2001 HMPV വൈറസ് ആദ്യമായി കണ്ടെത്തുന്നത്. ചുമ, പനി, ശ്വാസം മുട്ടൽ എന്നിവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെന്നും വിദഗ്ധർ പറയുന്നു. ചിലർക്ക് ജലദോഷത്തിന് സമാനമായ നേരിയ ലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചിലരിൽ കോവിഡിന് സമാനമായ ലക്ഷണങ്ങളും ഉണ്ടാകും. നിലവിൽ ഹ്യൂമൻ മെറ്റാപ്ന്യൂവോ വൈറസിന് പ്രത്യേക ചികിത്സയോ വാക്സിനോ ലഭ്യമല്ലെന്നും പറയുന്നുണ്ട്. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായയും മൂക്കും മൂടുക, ഇടയ്ക്കിടെ കൈ കഴുകുക തുടങ്ങിയ ചില മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നതെന്നും പറയുന്നു.